ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ബഷീറാണ് തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ല പഴയന്നൂർ ടൗണിനടുത്തുള്ള ഈ കാണുന്നത് നമ്മുടെ പഴയന്നൂർ ആലത്തൂർ സംസ്ഥാന പാതയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും ഈ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ 150 മീറ്റർ ഉള്ളിലോട്ടായിട്ട്, ഏകദേശം അത്രയേ ഉള്ളൂ, ഒരു 100-150 മീറ്റർ ഉള്ളിലോട്ടായിട്ട് 6 സെൻറ്റ് സ്ഥലം, 1050 സ്ക്വയർ ഫീറ്റ്, 3 വർഷം മാത്രം പഴക്കമുള്ളൊരു വീട്. ഈ കാണുന്നതാണ് കേട്ടോ വീട്. വീടിനാകെ 3 വർഷത്തെ പഴക്കം മാത്രം ഉള്ളതെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത്. 6 സെൻറ്റ് സ്ഥലം. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇതൊരു ലോൺ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിനകത്ത് ഒരു 13.5 ലക്ഷം രൂപയോളം നിലവിൽ ലോൺ ഉള്ളതാണ്. നാഷണലൈസ്ഡ് ബാങ്കിൽ ലോൺ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ പേപ്പർ ഭാഗങ്ങളെല്ലാം പക്കാ ക്ലിയർ ആണ് എന്നുള്ളതിനൊരു തെളിവായിക്കോട്ടെ എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില, ഈ 6 സെൻറ്റ് സ്ഥലവും 1050 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ചോദിക്കുന്നത് 19.5 ലക്ഷം രൂപയാണ്. വില കുറയുമോ എന്ന് ചോദിച്ചാൽ കുറയില്ല. 19.5 എന്നുള്ളത് വളരെ ലാസ്റ്റ് റേറ്റാണ് അവരുടെ. അതിൽ നിന്ന് 1 രൂപ പോലും കുറയുന്നതല്ല. കാരണം ഇവിടെ വന്നിട്ട് ഇനി ഈ പറഞ്ഞ മാതിരി 15-നും 16-നും 17-നും അങ്ങനെയൊന്നും ചോദിച്ചാൽ കിട്ടില്ല. ലാസ്റ്റ് വിലയാണ് ഈ പറയുന്നത് 19.5 ലക്ഷം രൂപ. 1050 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 2 ബെഡ്റൂം, 1 അറ്റാച്ച്ഡ്, പിന്നെ വീടിൻ്റെ പുറകിൽ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം എന്നീ സൗകര്യങ്ങളാണുള്ളത്. ഇത് വീട് കൊടുക്കാൻ വേണ്ടി ഇവർ പണിതതല്ല, ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോൺ ബാധ്യത ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വീട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ 13.5 ലക്ഷത്തോളം രൂപ നിലവിൽ ലോൺ ഉണ്ട്. ഇത് നോക്കൂ, ടൈലൊക്കെ എപ്പോക്സി വർക്കൊക്കെ ചെയ്ത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഇനി വാങ്ങുന്നവർക്ക് ഈ വീട്ടിലുള്ളൂ. 6 സെൻറ്റോളം സ്ഥലമുണ്ട്. ബസ് റൂട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു 100-150 മീറ്റർ ദൂരം മാത്രം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം വിളിക്കുക. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കയറിയ ഉടനെ ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, അതുപോലെ 2 ബെഡ്റൂം, അടുക്കള, മുകളിലേക്ക് ഒരു സ്റ്റെയർ റൂം കൊടുത്തിട്ട് അവിടെ സ്റ്റെയർ റൂം കെട്ടി വാർത്തിട്ടിരിക്കുന്നു. വലിയ കാര്യപ്പെട്ട പണികളൊന്നും ഇനി ഈ വീടിനില്ല കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്, ഇത് അറ്റാച്ച്ഡ് അല്ല. ഇതിൻ്റെ തൊട്ടപ്പുറയുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും പഴയന്നൂർ ടൗണിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത്. അതുപോലെ സ്കൂൾ സൗകര്യങ്ങൾ, ITI കോളേജ്, LP സ്കൂള്, അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളിലേക്ക് ഈ പറഞ്ഞ 2-3 കിലോമീറ്ററിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും, പള്ളി, മദ്രസ, അമ്പലം പറഞ്ഞ ആരാധനാലയങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്ററിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. 19.5 ലക്ഷം രൂപ മാത്രം, വില കുറയുന്നതല്ല. എനിക്ക് വേണമെങ്കിൽ ഒരു 20-21 ലക്ഷം രൂപ വേണമെങ്കിലൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടെ പറയാം. അതല്ല, ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞ വില മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 19.5 ലക്ഷം രൂപ അവരുടെ കയ്യിൽ കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോക്കൂ, അത്യാവശ്യം നമുക്ക് 6 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ സ്ഥലത്തിനും ഈ ഒരു വീടൊന്നും ഇപ്പോൾ പണിയണമെന്നുണ്ടെങ്കിൽ പഴക്കമില്ലാത്തൊരു വീടാണ്. ഒരു 3 വർഷത്തെ പഴക്കം മാത്രമുള്ള ഒരു വീടാണ് 6 സെൻറ്റ് സ്ഥലത്ത്. അതുകൊണ്ട് അടുക്കളയാണ് നമുക്ക് കേട്ടോ. അടുക്കളയിൽ അത്യാവശ്യം എന്താ കണ്ടോ, ഇവിടെ ഇങ്ങനെ കിച്ചൺ കബോർഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്കോട്ടാണ് വീട് ദർശനം. ഈ അടുപ്പ് കത്തിക്കുന്നതൊക്കെ, ഗ്യാസ് അടുപ്പാണെങ്കിലും വിറകടുപ്പാണെങ്കിലും ഒക്കെ വാസ്തുപ്രകാരം കിഴക്കോട്ടാണ് കത്തിക്കാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത്. ഇവിടെ പുകയില്ലാത്ത അടുപ്പിനുള്ള ഒരു കത്തിക്കാറൊന്നുമില്ല, പുകയില്ലാത്ത അടുപ്പും അതും സൗകര്യപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ. അതുകൊണ്ട് ഇവിടെ ഈ പാത്രം കഴുകുന്നതിനും മറ്റുമൊക്കെ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഒരു ചെറിയ ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാൻ നല്ല ഏരിയയിലാണ്. കച്ചറ ഏരിയയിലല്ല, നിറയെ വീടുകളുള്ളൊരു ഭാഗത്താണ്. ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് ഒരു 100-150 മീറ്റർ ദൂരം മാത്രം. അപ്പോൾ ഇനി വാങ്ങുന്നവർക്കൊക്കെ വേണമെങ്കിൽ ചുറ്റുഭാഗവും കമ്പിവേലി കെട്ടുമോ അല്ലെങ്കിൽ കോമ്പൗണ്ട് മതിൽ കെട്ടുമോ ഒക്കെ വന്ന് ഇരുന്നതിന് ശേഷം കുറേശ്ശെ പൈസ ആവുന്ന സമയത്തൊക്കെ ചെയ്താൽ മതി. ഇവരിപ്പോൾ ഇങ്ങനെ ഒരു ലോൺ അർജൻറ്റ് കൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കാനിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ, വീട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചുമരൊക്കെ വരച്ചിട്ടും അതുപോലെ കൈകൊണ്ടൊക്കെ തൊട്ട് അഴുക്കാക്കിയിരിക്കുന്നതാണ് കേട്ടോ. വീട് നല്ല വീടാണ്, എൻ്റെ നോട്ടത്തിൽ നല്ലൊരു വീടാണ്. നമുക്ക് മുകളിൽ സ്റ്റെയർ റൂം കെട്ടി വാർത്ത് ഇട്ടിരിക്കുന്നു. സാധാരണയൊക്കെ മുകളിൽ ഷീറ്റ് കൊണ്ടൊക്കെയാണ് ഈ പൈസ ഇല്ലാത്തവരൊക്കെ സ്റ്റെയർ റൂം പിന്നീട് ചെയ്യാന്നുള്ളത്. ഇത് അങ്ങനെയല്ല, നമുക്ക് അതിൽ വാർത്ത അതിൻ്റെ മുകളിലാണ് വാട്ടർ ടാങ്ക് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഒരു റൂം എടുക്കാനുള്ള സൗകര്യവും ഇതിൻ്റെ മുകളിലുണ്ട്. 1-2 റൂം വേണമെങ്കിൽ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. പഴയന്നൂർ ടൗണിലേക്ക് ജസ്റ്റ് ഒരു 3 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത്. അപ്പോൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂർ ജില്ലയാണ്, തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയൊക്കെ ജില്ലകളുടെ ഏകദേശം ബോർഡറൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ അമ്പലവും പള്ളിയും മദ്രസയും അതുപോലെ സ്കൂൾ സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് വെറുതെ പറയുന്നതല്ല.
നിങ്ങളൊന്ന് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗം നോക്കുകയാണെങ്കിൽ താഴത്തൊക്കെ പുറകുവശം കരിങ്കല്ലൊക്കെ കെട്ടി ഉറപ്പ് വരുത്തിയിരിക്കുന്നു. കരിങ്കല്ലൊക്കെ കെട്ടി അതിൻ്റെ പുറകുവശമൊക്കെ പോലെ പാടമാണ്, നെൽപ്പാടങ്ങളാണ്. വെള്ളം കയറുന്ന ഏരിയ അല്ല, പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത ഏരിയയാണ്. അതുപോലെ വെള്ളത്തിന് ഒരു തരത്തിലുള്ള ക്ഷാമമില്ല. വെള്ളത്തിൻ്റെ സോഴ്സ് ഇതിൽ കുടിവെള്ളത്തിനായിട്ട് ബോർവെൽ കണക്ഷനാണുള്ളത്. പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ വീടിൻ്റെ മുറ്റത്തൂടെ പോകുന്നുണ്ട്, അവരത് എടുത്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. എപ്പോഴും വെള്ളമുണ്ട് ഇതിനകത്ത്, ഇഷ്ടംപോലെ ബോർവെല്ലിൽ വെള്ളം സൗകര്യപ്പെടുത്തി ഉള്ളത് കൊണ്ട്, വെള്ളമുള്ളൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് പൈപ്പ് കണക്ഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ചിലവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു ചോദിക്കും ബോർവെല്ലൊക്കെ ആയതുകൊണ്ട് ഉപ്പുവെള്ളമൊക്കെ ആണോ എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ. അങ്ങനെയൊന്നുമല്ല, ഉപ്പുവെള്ളമൊന്നുമല്ല, നല്ലതുപോലെ ശുദ്ധജലം കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത്. അപ്പോൾ 20 ലക്ഷം രൂപയ്ക്ക് വീട് ചോദിച്ച ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ 19.5 ലക്ഷം രൂപയ്ക്ക് ഈ വീട് കിട്ടും. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു, ഇത് 19.5 ലക്ഷം രൂപയിൽ നിന്ന് കുറയില്ല കേട്ടോ. അപ്പോൾ ഇതാണ്ടോ ചെറിയൊരു ഗപ്പിയൊക്കെ വളർത്താനുള്ളൊരു ചെറിയൊരു താമര കുഴി. ഇതാണ് ബോർവെൽ കേട്ടോ. ഇവിടെ സ്ലാബിട്ട് മൂടി വെച്ചിരിക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് വീടിൻ്റെ മുറ്റത്തല്ലെങ്കിലും വേണമെങ്കിൽ ഓണത്തിനൊക്കെ പൂക്കൾ ഇടാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ്ടോ ഈ ഒരു വേപ്പ് മരം നിൽക്കുന്നില്ല, ഇതാണ് ഇവരുടെ വീടിൻ്റെ അതിർത്തി. ഇതിലാണ് ഇതിൻ്റെ അങ്ങനെ അപ്പുറവശം ഞാൻ ചുറ്റുഭാഗം കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് സ്ഥലമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മഴക്കാലത്തൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു അടുക്കള കൃഷി പോലെ ചെയ്യാനൊക്കെയുള്ള സ്ഥലം വീടിൻ്റെ പുറകുവശമുണ്ട്. അതുപോലെ ഈ ബാക്ക് വശമൊക്കെ നെൽപ്പാടമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. ഇതിപ്പോൾ ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കാരണം പാടത്തിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടാത്തതാണ് ഈ ഒരു വേലിയുടെ. ഇതാണ് ഇവരുടെ അതിർത്തി. ഇത് ഇവിടെ മാത്രം പുറകുവശം കരിങ്കല്ല് കെട്ടി അടച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അത്രയും ഭാഗം കരിങ്കല്ല് കെട്ടിയിട്ടുണ്ട്. ആ ഭാഗത്ത് മാത്രം എന്തോ ഒരു ചെറിയൊരു മരത്തിൻ്റെ വേര് ഉണ്ടായിരുന്നു, അത് ഇളക്കിയ സമയത്ത് കരിങ്കല്ല് കെട്ട് ഇടിഞ്ഞു പോയതാണെന്നാണ് പറഞ്ഞത്. അതൊരു കുറച്ച് ഭാഗം കല്ല് അവിടെ തന്നെ ഉണ്ട്. അത് പറഞ്ഞ ഒരു ദിവസത്തെ പണി ഉണ്ടോ ഒരു പണിക്കാരനേക്ക്. അതൊക്കെ നമ്മൾ വാങ്ങുന്നവർ ചെയ്യണം. കണ്ടോ പുറകുവശമൊക്കെ നെൽപ്പാടമാണ്, വെള്ളം കയറില്ല കേട്ടോ. ഒരു കാരണം കൊണ്ടും വെള്ളം കയറുന്ന ഒരു ഏരിയയിലല്ല വീട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കോമൺ ആയിട്ട് നമുക്ക് വീടിൻ്റെ പുറത്ത് ഒരു ബാത്റൂം സൗകര്യമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അലക്കുകല്ലിലേക്ക് വെള്ളം എത്താനുള്ള സൗകര്യം എല്ലാം അത്യാവശ്യം. ഇനിയിപ്പോൾ ഇത് വാങ്ങുന്നവർക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് താമസിക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ വീടിൻ്റെ നമ്മൾ വലതുവശത്തൂടെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബാത്റൂം വീടിന് ബെഡ്റൂമിന് ഒന്നിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ ഈ ഭാഗങ്ങളിലൊക്കെ ഈ പരിസരങ്ങളിലൊക്കെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ വന്ന് കണ്ട് അത് എത്തേണ്ടവരിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് കച്ചവടം ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിത്തരാം. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് വരെ ബൈ ബൈ.